അപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വെച്ചാൽ പിന്നെ ഇപ്പോൾ നമ്മൾ വേനൽക്കാലത്തിന്റെ ചൂടൊക്കെ കഴിഞ്ഞ് മഴക്കാലത്തേക്ക് ഇറങ്ങിയല്ലോ, മഴക്കാലം ആയല്ലോ. അപ്പം എന്താ വെച്ചാൽ നല്ല മഴ ഉണ്ട്. അപ്പോൾ ആ ഒരു മഴക്കാലത്ത് നമ്മൾ ആ ഒരു പഴയ കാലഘട്ടത്തെ, അതായത് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ അല്ല, നമ്മൾ ആ പണ്ടത്തെ മഴേൻ്റെ ഒരു ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ അമ്മേനോട് ചോദിച്ചറിയാണ് അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വെച്ചാൽ ഇപ്പോൾ നല്ല നല്ല മഴയുള്ള സമയമാണല്ലോ. അതായത് നമുക്ക് ആ വേനൽക്കാലം കഴിഞ്ഞ് വേനലിൻ്റെ ചൂടും എല്ലാം കഴിഞ്ഞ് മഴക്കാലം വരികയാണല്ലോ. അപ്പോൾ മഴക്കാലം ഏറെക്കുറെ ആയല്ലോ. അപ്പോൾ ഇപ്രാവശ്യം നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ആ പഴയ ഒരു മഴക്കാലത്ത്, ഇപ്പൊ പിന്നെ നമുക്ക് മഴേൻ്റെ നമ്മൾ സാഹചര്യങ്ങളെല്ലാം മാറി സൗകര്യങ്ങളായി ഒരുപാട് മാറ്റങ്ങൾ വന്നില്ലേ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഈ ഒരു മഴക്കാലത്ത് എങ്ങനെയായിരുന്നു, ആ ഒരു കാലത്ത് പൊതുവായ കുറച്ച് രീതികൾ കാര്യങ്ങളൊക്കെ നമുക്ക് അമ്മേനോടും ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് ഏതായാലും തുടങ്ങാം. പണ്ടിപ്പോ എങ്ങനെ ഇന്നത്തെ പോലെ ഇപ്പത്തെ പോലെയുള്ള ഒരു മഴയൊക്കെ ഇതിലേറെ മഴയുണ്ട് ഉണ്ട്. അന്നത്തെ മഴ പഞ്ച തോടും പാടും നെത്തിനെ വലിയിട്ട് ചാലിക്കൂട്ടൊക്കെ ചക്കയും വാങ്ങി ഒഴുകണ കാലമായിരുന്നു ഒന്നല്ലേ. നല്ല അന്നത്തെ നിന്നില്ല. ഏഴോപ്പാതിയാണിത്. ഏഴോപ്പാതിക്കാണ് ഇപ്പോഴത്തെ മഴ. അത് കഴിഞ്ഞാൽ ഈ വിതനം കർക്കിടക മാസത്തിലാണ് പിന്നെ പെയ്യ. ഈ മേടത്തിൽ ആ ചൂട് കഴിഞ്ഞിട്ടാണല്ലോ. മേടത്തിലെ ചൂട് കഴിഞ്ഞിട്ടാണ് ഈ മഴ. കർക്കിടകത്തിന്റെ നിൽക്കാതെ മഴ പെയ്താലും ഒരു 10 വെയിലുണ്ടാവും. ആ ചെറിയ വരട്ടിച്ചാല് ചെറിയ വഴിയടിച്ചാലും കൂടിയാണ് വലിയ മഴ ഇതിട്ട് ചക്കിയും മാങ്ങിയൊക്കെ ഒഴുകിയിരുന്നു ആ കാലത്ത്. ഇപ്പം അത്ര ഉള്ള മഴ പല്ല. ആ തൂക്കില മഴ. പാടത്തൊക്കെ പുഴവെള്ളം കയറും, തൊടിയിരിക്കൊക്കെ കയറും. പിന്നെ തോടും പാടും ഒന്നാവില്ലേ? ആ തോടും പാടൊക്കെ ഒന്നാവും. ഓരോരുത്തർ വീടിന്ന് ഒഴിപ്പിക്കുകയൊക്കെ ചെയ്യും പാടത്തേക്ക് വെള്ളം കയറിയിട്ട്. അന്ന് ഓട് പോലെയാണ്. ഇപ്പൊ ഓട് പോലെയൊന്നുമില്ല. ഇപ്പൊക്കെ വാർപ്പാണല്ലോ. അപ്പൊ എന്താ വെച്ചാൽ അന്ന് ഓടിട്ട വീട്ടിൽ പിന്നെ എന്താ വെച്ചാൽ ചെറിയൊരു ചോർച്ചയൊക്കെ ഉണ്ടാവുക. അങ്ങനെയില്ല. മോലപ്പെരയിലാ ചോരില്ല. ഓടിട്ട പെര ചോരില്ല. നസരിച്ച് കുളിച്ചൊക്കെ ചെയ്യും. മഴ ഇങ്ങനെ പെയ്യുമ്പോ ഒരു മടി ഉണ്ടാവും കുളിക്കാൻ പോകാൻ. അന്നൊക്കെ സ്കൂളിൽ പോണ കാലാണ്. കൊടി ചൂടി പെരുമഴയത്ത്. അന്നൊക്കെ ചീലക്കൊടയല്ല, കാക്കൊടയാണ്, ഓലക്കൊടയാണ്. അന്നൊക്കെ ചീലക്കൊട കുറയും. വലിയ ആൾക്കാർ, ആണുങ്ങളൊക്കെ വലിയ ആണുങ്ങൾ വലിയ കാലുള്ള കൊട. കുട്ടികൾക്കൊക്കെ കാക്കൊടയാണ്, ഓലക്കൊട. ഓലയുണ്ട? ആ ഓലേൻ്റെ. അന്ന് സ്കൂൾ ബസ് ഒന്നുമില്ല. ഒക്കെ നടന്നു പോവുക. വളരെ സൗകര്യങ്ങൾ സർവ്വണ്ടായിരിക്കുന്നു. ഏത് പെരുമഴയത്ത് ഒന്നൊക്കെ നടന്നു പോവുക. പ്രധാന ഭക്ഷണങ്ങൾ ഇതൊക്കെ തന്നെ. കഞ്ഞിയും ചോറും ചക്കയും മാങ്ങയൊക്കെ ഉള്ള കാലമാണ്. തൊടിയിലൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. ചക്കരക്കിഴങ്ങ് എല്ലാ ഇതുണ്ടാക്കും. അതൊക്കെ തന്നെ അന്നത്തെ തീറ്റ. ചക്ക പിന്നെ പോണ പോക്കല്ലേ? ഇപ്പൊ ചക്ക പോണ പോക്ക. ഇപ്പൊ ചക്കയൊക്കെ വെള്ളം ഇറങ്ങിയാലും ആകാം. ഒരു കല്യാണം കൊടുക്കലുണ്ട്. കല്യാണം വിളിക്കൽ വളക്കത്തിയ നേരത്താണ്. കർക്കിടക 1-ാം തീയതി. കർക്കിടക 1-ാം തീയതിക്ക്. അന്ന് അടുക്കളയിൽ അടുപ്പിലാണ് വെക്കുക. അതിന് വേനൽക്കാലത്ത് തന്നെ ഓലക്കൊടി വർഗ്ഗമൊക്കെ ശേഖരിച്ച് വെക്കും. അട്ടത്തൊണ്ടി വയ്ക്കും. കത്തിക്കാനൊക്കെ സുഖമാണ്. ആ ഓലക്കൊടി ഇങ്ങനെ പിന്നെ ഒരു വട്ടത്തില് അല്ല ഒരു ഓരോ ചെറിയ ചെറിയ കെട്ടാക്കി വലിയ കട്ടാക്കി വെക്കും. ആ കെട്ടുമ്പോൾ ഊരിയെടുക്കുക ഓലക്കൊടി അല്ലേ? ഓലക്കൊടി. വിറകൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ നല്ലോണം കത്തും. ആട്ടത്തു നിന്ന് എടുക്കുമ്പോൾ നല്ല വിറകൊക്കെ അസലായിട്ട് കത്തും. ഇപ്പോൾ വിറകൊന്നുമില്ലല്ലോ. കർക്കിടക മാസം തന്നെയാണ് തണുപ്പുള്ള കാലത്ത്. തീക്കായ അടുപ്പിൻ്റെ എത്തുന്ന തീക്കായിൽ. വേനൽക്കാലത്താണ് പിന്നെ കടുമാങ്ങ, പിന്നെ മുളക് കുത്തിയിടുക, കൊണ്ടാട്ട മുളക്, പല സാധനം. ചക്ക കൊണ്ടാട്ടം വരെ വേനൽക്കാലത്താണ് ഉണ്ടാക്കി വയ്ക്കുക. കഞ്ഞിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്. മഴക്കാലാകുമ്പോഴേക്കൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണ്. ഒക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കും അല്ലേ? ഒക്കെ ആദ്യം തന്നെ റെഡിയാക്കി വയ്ക്കും. മഴക്കാലത്ത് പിന്നെ വേനൽക്കാലത്ത് മതി പുറത്തിറങ്ങാൻ പറ്റൂല. കുട്ടികളാകുമ്പോൾ പിന്നെ സ്കൂളിൽ വന്നാൽ മഴക്കാലാകുമ്പോൾ വീട്ടിൽ കൂടും. മുറ്റത്തേക്ക് ഒന്നും ഇറങ്ങൂല. മുറ്റത്തേക്ക് ഇറങ്ങാനോട്ട് അയക്കില്ല. അങ്ങനെയൊക്കെയാണ് മഴക്കാലത്തെ കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അന്നത്തെ ആ ഒരു കാലങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയൊക്കെ കുറേ വന്ന് ഇപ്പോൾ ഞങ്ങളൊക്കെ കുട്ടികളെ വന്ന് ആ ഒരു കാലം ഇങ്ങോട്ട് കുറേ കാലം ഇങ്ങോട്ട് മാറി
വന്നപ്പോഴും കുറെ കാര്യങ്ങൾക്കൊക്കെ മാറ്റം വന്നെങ്കിലും എന്നാലും അന്നും രസമായിരുന്നു. കാരണം ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന ആ ഒരു കാലത്ത് വരെ ഇപ്പൊ നമ്മള് സ്കൂൾ ഇപ്പൊ ഇനി തുറക്കാനായല്ലോ, ഞാൻ ഒരു ജൂൺ മാസമൊക്കെ ആവുന്നതോടുകൂടി ഉള്ള ആ ഒരു കാലത്തേക്ക് ആ വേനൽക്കാലത്ത് ആ ഒരു പിന്നെ നല്ല 2 മാസത്തെ ആ ഒരു സ്കൂള് വേനലവധി ആ സമയത്തുള്ള അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആ ഒരു മഴ വരുമ്പോൾ രസമാണ്. മഴയത്ത് പിന്നെ മഴക്കാലത്ത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ അന്നത്തെ ആ ഒരു അടുക്കളയില് അതിപ്പോ എനിക്കൊക്കെ ഓർമ്മ ഉണ്ട്, ഞങ്ങളൊക്കെ കുട്ടികളാവുന്ന കാലത്തും പിന്നെ മഴയത്ത് അന്നത്തെ പറഞ്ഞ പോലെ വിറക് കാര്യങ്ങളും അട്ടം എന്നൊക്കെ ഒന്ന് പറയാം. അപ്പൊ അത് അവിടെ ആ തൂക്കിയിട്ടത് ഓലക്കൊടി കത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോ അന്നത്തെ വെച്ചാല് അത് കഴിഞ്ഞപ്പോ ഞങ്ങളൊക്കെ ആയപ്പോഴേക്ക് സ്കൂൾക്ക് പിന്നെ അന്നും സ്കൂളിൽ നല്ല വരമ്പിലൂടെ പോകണം. ഞങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു ഞങ്ങളെ നാട്ടില്. അപ്പൊ എന്ന് വെച്ചാല് പിന്നെ പാടവരമ്പ്, അപ്പോഴേക്ക് പിന്നെ നല്ല മഴയൊക്കെ വരുന്ന സമയത്തേക്ക് തോടും പാടവും ഒന്നാവലും കാര്യങ്ങൾ അപ്പോഴേക്ക് ആ ഒരു ഇതുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് ഇത് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നിരുന്നു. ഞാനൊക്കെ വീട്ടിലേക്ക് വരികയായിരുന്നു. ഞാൻ അത്യാവശ്യം നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അപ്പൊ ഈ മഴക്കാലത്തൊക്കെ ഭയങ്കര ഇതാണ്. ഈ വരമ്പാണ്, നല്ല ഒരു വഴുക്കലുണ്ടായിരിക്കുമല്ലോ വരമ്പില്. അപ്പൊ അതൊക്കെ കടന്ന് വേണം വീട്ടിലേക്ക് എത്തണമെങ്കിൽ. അപ്പൊ അന്നത്തെ ഒരു ഓർമ്മകൾ അങ്ങനെയാണ്. പിന്നെ ആ ഒരു കുളം അവിടെ ഇപ്പൊ നാട്ടിലാണെങ്കിൽ തന്നെ അമ്പലക്കുളം നല്ല നിറഞ്ഞ് നിൽക്കും, നല്ല വെള്ളമായിരിക്കും. അപ്പൊ കുളത്തിൽ നീന്തലും കാര്യങ്ങളും അങ്ങനെ രസമാണ് അന്നത്തെ ആ ഒരു ഇതില്. അപ്പൊ വെച്ചാൽ നമുക്ക് വേറെ ഇതൊന്നും ഇല്ലല്ലോ. പിന്നെ അന്ന് ഞങ്ങളൊക്കെ ആയപ്പോഴേക്കും പിന്നെ ടെലിവിഷനൊക്കെ വന്നിട്ടുണ്ട്, ടെലിവിഷൻ റേഡിയോ ഒക്കെ വന്നു കഴിഞ്ഞു. എന്നാലും ഈ മഴക്കാലത്ത് പിന്നെ അങ്ങനെ പുറത്തു പോയിട്ടുള്ള കളികളൊന്നും ഇല്ലെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ പൊതുവെ പറയുന്നതാണ് ഈ തോണി ഉണ്ടാക്കി നമ്മള് നല്ല വെള്ളം ഉണ്ടാക്കിയല്ലോ മുറ്റത്തൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ഒഴുകുന്ന ചാലിലൊക്കെ തോണി ഉണ്ടാക്കി കളിക്കില്ല. അന്നത്തൊക്കെ ആ ഒരു രീതിയൊക്കെയാണ്. അതൊക്കെയാണ് ഇപ്പൊ അന്നത്തെ ഒരു ഇത്. അപ്പോ അങ്ങനെയൊക്കെയാണ് ആ ഒരു ഓർമ്മകളും കാര്യങ്ങളും പറയുമ്പോൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.